നമസ്കാരം. അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും 1000 നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ പമ്പായം. ചതയം നക്ഷത്രക്കാരുടെ വേഴം മാറ്റത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് വേഴം. ആ വേഴത്തിന്റെ സഞ്ചാരകാലം അനുകൂലത്തിൽ നിന്ന നമുക്ക് എല്ലാവിധ ആനുകൂല്യങ്ങളും ഐശ്വര്യങ്ങളും കിട്ടും. അത് പിഴച്ചു പോയ ദോഷങ്ങളും ദുരിതങ്ങളും ഉണ്ടാവും. ഇപ്പൊ ചതയ നക്ഷത്രക്കാർക്ക് വേഴമാറ്റം വളരെ അനുഗ്രഹീതമാണ്. വേഴം ഇപ്പോ ചതയ നക്ഷത്രക്കാർക്ക് 4ലാണ് സഞ്ചരിക്കുന്നത്. അത് ഈ 5ാമത്തെ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. 5ലും 6ലും ആയിട്ടാണ് വേഴത്തിന്റെ മാറ്റങ്ങൾ ഉള്ളത്. 2025 മെയ് മാസം 14-ാം തീയതിയാണ് മിഥുനം രാശിയിൽ വേഴഗ്രഹം വരുന്നത്. 2025 ഒക്ടോബർ 18-ന് മിഥുനത്തിൽ നിന്ന് മാറി കർക്കിടകത്തിലേക്ക് വരുന്നുണ്ട്. വീണ്ടും 2025 ഡിസംബർ മാസം 5-ാം തീയതിയിലെന്ന് കർക്കിടകത്തിൽ നിന്ന് വക്രത്തിലേക്ക് വന്ന് മിഥുനത്തിൽ പ്രവേശിക്കും. 2026 ജൂൺ മാസം 2-ാം തീയതിക്കാണ് പിന്നെ വേഴത്തിന്റെ മാറ്റം വരുന്നത്. അങ്ങനെ വേഴത്തിന്റെ മാറ്റം കൊണ്ട് വേഴൻ 5-ൽ വരുന്ന കാലം വളരെ നല്ലതെന്ന് പറയാൻ കാരണം നമുക്ക് സന്താന സ്ഥാനമാണ് ഈ 5. പുത്രസ്യ ലാഭോ അഥവാ ആരോഗ്യം പ്രതിബോധയസ്യ മനസന്തുഷ്ട പുണ്യോദയെന്നാണ്. പുത്രസ്യ ലാഭം എന്ന് വെച്ചാൽ മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകാനുള്ള യോഗമുണ്ട്. ഉള്ള മക്കൾക്കും നല്ലതായ ഭാഗ്യ അഭിവൃദ്ധികൾ ഉണ്ടാവും. അച്ഛനമ്മമാര് എത്ര മിടുക്കന്മാരായിരുന്നാലും മിടുക്കികളായിരുന്നാലും മക്കള് നല്ലതായിട്ട് വന്നില്ലെങ്കിൽ നമ്മളാകെ വിഷമിച്ച് നശിച്ചു പോകും. അപ്പൊ സന്താന സ്ഥാനത്ത് വേഴം വരുമ്പോൾ മക്കൾക്ക് നല്ലത് വരാനുള്ള യോഗവും നമ്മളോട് സ്നേഹവും നമുക്ക് അവരോട് സ്നേഹവും ഐശ്വര്യങ്ങളൊക്കെ കിട്ടും. അഥവാ ആരോഗ്യം, അസുഖങ്ങളൊക്കെ മാറി ആരോഗ്യങ്ങൾ കിട്ടും. വളരെ പ്രയാസങ്ങളും ചികിത്സകളും ഔഷധങ്ങളും കൊണ്ടുപോലും മാറാത്ത മഹാരോഗങ്ങൾ ഒക്കെ മാറി കിട്ടും. ഇപ്പൊ 7-2 ശനി ഉള്ള ഒരു സമയമാണ് ചതയത്തിന്. അപ്പൊ രോഗങ്ങളും തടസ്സങ്ങളും കുടുംബകലഹങ്ങളും സന്താന കലഹങ്ങളും ഒക്കെ അങ്ങ് ബാധിച്ചു പോകുന്ന ഒരു സമയമാണ്. അപ്പൊ അതൊക്കെ മാറി നമുക്ക് സമാധാനം കിട്ടും, മനസ്സിന് സന്തോഷം. പ്രതിഭയെന്ന് വെച്ചാൽ കലാപ്രതിഭ, കായിക പ്രതിഭ എന്നൊക്കെ പറയും. ഏതൊരു മത്സരത്തിനും കാര്യത്തിനും പോയി നല്ല രീതിയിൽ വിജയിച്ച് നേടുന്നതാണ് പ്രതിഭാശാലി. നമുക്ക് വിദ്യയ്ക്കും വ്യാപാരത്തിനും പ്രവൃത്തിക്കും ഉദ്യോഗത്തിനൊക്കെ പുരോഗതി കിട്ടി, നല്ല പ്രമോഷൻ കിട്ടി, സാലറി കിട്ടി, അങ്ങനെ വിജയ നേട്ടങ്ങൾ നമുക്ക് കിട്ടാനും മനസ്സിന് സന്തോഷവും പുണ്യവും ഒക്കെ കിട്ടുന്ന സമയമാണ്. പാവമല്ല, പുണ്യം കിട്ടും. 5-ലെ വേഴത്തിന്റെ സ്ഥിതി വളരെ നല്ലതാണ്. ബുദ്ധിയും പുത്രനും സ്നേഹദേഹം അർത്ഥം ഗുരുത്വവും സുഖവും മന്ത്രത്വവും നയവും വസയും ഗുരു എന്നാണ്. ബുദ്ധി വർദ്ധിക്കും. സാധാരണ ആലോചിക്കാതെ ചിന്തിക്കണവരും ആലോചിച്ച് ചിന്തിക്കാനുള്ള ഒരു ശ്രമം നടത്തി വേണോ വേണ്ടേ, പോണോ പോണ്ടേ, ചെയ്യണോ ചെയ്യണ്ടേ എന്നൊക്കെ നോക്കി ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള അതിവിശേഷ ബുദ്ധി ഉണ്ടാവും. അത് പുത്രരും മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകാനും ഉള്ള പിള്ളേർക്ക് നല്ല വിദ്യയും ഉദ്യോഗവും യുവാവും ഐശ്വര്യവും മത്സരങ്ങളിലും പരീക്ഷകളിലും ഉയർത്തി നല്ല അഡ്മിഷൻ കിട്ടാനും നല്ല ജോലി കിട്ടാനും ഒക്കെ ഉള്ള യോഗം. അപ്പൊ സന്താന ക്ലേശം നിശേഷം ഒഴിഞ്ഞു മാറി കിട്ടും. അതേപോലെ സ്നേഹദേഹം, എല്ലാവരോടും സ്നേഹം ബഹുമാനം ഒക്കെ തോന്നും. അർത്ഥം പൈസ കിട്ടും, നേട്ടങ്ങള് സർക്കാരിൽ നിന്നും. അതേപോലെ പഠിപ്പിക്കാനൊക്കെ പോകുന്നവർക്കും അവരുടെ പ്രവർത്തന രംഗങ്ങളിൽ നിന്നും രാഷ്ട്രീയം, വ്യാപാരം, പൊതുപ്രവർത്തനം എന്ത് കാര്യത്തിന് പോയാലും അവർ ആഗ്രഹിച്ചതുപോലെ കുറേയൊക്കെ നേട്ടങ്ങൾ നേടി നല്ലത് കിട്ടാനും മനസ്സിന് നല്ല ഐശ്വര്യം കിട്ടാനും ദേഹം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന് ആരോഗ്യം, സൗന്ദര്യം ഒക്കെ വർദ്ധിക്കും. അങ്ങനെ ആ ശരീരത്തിന് സുഖം കിട്ടാനും മന്ത്രത്വം നമുക്കും ആത്മീക ജീവിതത്തിലേക്ക് ഒരുപാട് താല്പര്യം തോന്നും. ആശ്രമങ്ങൾ, അമ്പലങ്ങളൊക്കെ പുനരുദ്ധരിക്കാനുള്ള യോഗം. ഭക്തി കുറച്ചും കൂടെ അധികമായിട്ട് വരും.
അങ്ങനെ ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും നല്ലത് ചെയ്യണമെന്ന് തോന്നും. മരിച്ചവർക്ക് എന്താണ് നല്ലത് ചെയ്യാൻ തോന്നുന്നത്? നമുക്ക് പുതുക്കൊക്കെ ബലി നടത്തണം, ആത്മാവിന് മോക്ഷം കിട്ടണം, നമ്മളെ സ്നേഹിച്ച ആൾക്കാരും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർക്കും നല്ലത് വരുത്തണം. പഴയ കാലത്തൊക്കെ ഈ മരിച്ചു പോയിട്ടുള്ള ആൾക്കാരെ ശുദ്ധിഹോമം എന്ന് പറയുന്ന ഒരു ക്രിയയുണ്ട്. ആത്മാവിനെ സുദർശന പൂജ നടത്തി ആവാഹിച്ച് അതിനെ ശുദ്ധി കൊടുത്ത് ശക്തി കൊടുത്ത് ഗതി മോക്ഷം ഇതൊക്കെ കിട്ടുന്ന പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യും. അങ്ങനെ മനസ്സിലെ സന്തോഷവും പുണ്യങ്ങളും ഒക്കെ നമുക്ക് കിട്ടി. മന്ത്രത്വം നയവും വസയും ഗുരുവും അങ്ങനെ നമുക്ക് എല്ലാ നയങ്ങളും മയങ്ങളും എല്ലാവരോടും സ്നേഹിക്കാനുള്ള മനസ്സും സഹായിക്കാനുള്ള മനസ്സും നമുക്ക് രക്ഷപ്പെടാനുള്ള യോഗവും ഒക്കെ തെളിഞ്ഞു കിട്ടുന്ന സമയമാണ് വേഴഗ്രഹം നമുക്ക് 5-ല് സഞ്ചരിക്കും. 2025 ഒക്ടോബർ മുതൽ ഒരു കൊല്ലത്തേക്ക് വേഴനിഞ്ഞ് 6ലേക്ക് വരും. അപ്പൊ ആ വേഴ 6 നിൽക്കുന്ന സമയം പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കുരുക്കുകളും നമ്മളെ മുമ്പ് വന്ന് നിൽക്കുന്ന സമയമാണ്. അതെന്തെന്ന് വെച്ചാൽ വേഴ 6 വരുമ്പോൾ ഹരിഭവനെ സഹജേവ ബൃഹദാമ്പത്യോ സ്ഥിതേ കലഹ. ഹരിഭവനം എന്ന് വെച്ചാൽ 6, ഹരിശത്രു ഭവനോ വെച്ചാൽ 6. സഹജേ സഹചാരി സ്ഥാനം സഹോദര സ്ഥാനത്ര. ഹരിഭവനെ സഹജേവ ബൃഹത്ത് വല്യായ ഗ്രഹം വേഴനോ. ദാമ്പത്യഗ്രഹം ബൃഹദാമ്പത്യോ സ്ഥിതേ കലഹ. ദാമ്പത്യഗ്രഹം ശുക്രനോ നിന്ന കലഹം. അപ്പം ബന്ധുക്കളുടെയൊക്കെ നമുക്ക് വിരോധവും നമുക്ക് ബന്ധുക്കളോട് വിരോധം അല്ലെങ്കിലും അവർക്ക് നമ്മളോട് സ്നേഹമില്ല, ഇഷ്ടമില്ല. മക്കൾക്ക് വേണ്ടി എല്ലാം ചെയ്തിട്ടും അവർക്ക് നമ്മളോടൊരു സ്നേഹമില്ല, മയമില്ല. അതേപോലെ ഒരുപാട് പൈസ നമുക്ക് കടവും കൂടെ ആവും. ഉണ്ണാത്ത ചോര ക്ഷത രോഗ ശത്രു. വേഴൻ 2026 ജൂൺ മാസം തൊട്ട് കർക്കിടകൻ രാശിയിലാണ് ചതയക്കാർക്ക് തുടരെ ഒരു കൊല്ലം വരുന്നത്. ഈ 2 മാസവും 1 മാസവും മാറി നിൽക്കുന്നത് മാത്രമല്ല, അടുത്ത വർഷവും കൂടെ നമ്മൾ കണക്കാക്കുമ്പോൾ ഒരുപാട് കടങ്ങളും സാമ്പത്തിക ക്ലേശങ്ങളും ശത്രുതകളും തടസ്സങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് വിഷ്ണുവിനെ ഭജിക്കണം. ചതയ നക്ഷത്രക്കാർ ഗുരുദേവന്റെ നാളാണ്. അതുകൊണ്ട് ആത്മീകം ദൈവികം ഭക്തി ഇതൊക്കെ ഉള്ളവരാണ്. പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവരാണ്. ആത്മീയ ജീവിതത്തിൽ സന്തോഷം പ്രാപിക്കുന്നവരാണ്. പക്ഷെ ഇത്രയും ദൈവങ്ങളെയൊക്കെ കിടന്ന് വിളിച്ചിട്ട് ദൈവങ്ങൾ നമ്മളെ ഉപേക്ഷിച്ച് കളഞ്ഞല്ലോ എന്ന് തോന്നുന്ന ഘട്ടമാണ് വേഴ 6 സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് മയമായിട്ട് സ്നേഹമായിട്ട് വിഷ്ണുവിനെയൊക്കെ പഠിച്ച് ശിവനെയൊക്കെ പഠിച്ച് കുടുംബദേവനെ പഠിച്ച് ദേവന്മാരുടെ പ്രീതിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകണം. പിന്നെ ഈ വേഴൻ 6 നിൽക്കുമ്പോൾ സാമ്പത്തിക കുരുക്കുകൾ ഒരുപാടുണ്ടാകും. ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു പൈസ ഇടപാട് നടത്തുന്നവര്, റിയൽ എസ്റ്റേറ്റ്, ഷെയർ മാർക്കറ്റുകള്, ഗെയിമുകളൊക്കെ കളിക്കുന്നവർക്ക് ധാരാളം പണം പോയി കിട്ടാനുള്ള യോഗമുള്ള സാധനമൊക്കെ നഷ്ടപ്പെട്ടു. ആ സമയത്ത് വീടും വസ്തുവും വാഹനവും ഒക്കെ നമുക്ക് വാങ്ങിക്കാം. അതൊക്കെ നമ്മളെ മുതലുകളാണ്. അത് പെട്ടെന്ന് തൊഴിഞ്ഞു പോകുന്നതാണ്, അല്ലെങ്കിൽ നശിച്ചു പോകുന്നതല്ല. പക്ഷെ നമ്മളൊരു ബിസിനസ്, ഏജൻസി, കോൺട്രാക്ട് ഇതൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ പോകാവൂ. ഒരു പക്ഷേ നമ്മളെ പൈസ നഷ്ടപ്പെട്ടു പോയാലും നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ ബിഗ് ബഡ്ജറ്റ് പ്രവൃത്തികള് ഏജൻസികളൊക്കെ തുടങ്ങാൻ പാടുള്ളൂ. ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നത് കൊണ്ടും വലിയ പരാജയങ്ങളൊന്നും വരില്ല. പക്ഷെ എങ്കിലും നമുക്ക് ആ ഒരു വേഴത്തിന്റെ 6ലുള്ള സഞ്ചാരപരം സന്താനങ്ങളും ബന്ധുക്കളും എല്ലാവരുമായിട്ട് കലഹങ്ങൾ വരുന്നതാണ്. അപ്പൊ അടുത്ത കൊല്ലം വേഴ 6 നിൽക്കുന്നത് കൊണ്ട് ഇപ്പോഴേ മുൻകരുതലുകൾ നമ്മൾ ചെയ്തോളാം. അപ്പൊ വേഴം 5 നീക്കുന്നത് നല്ലതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതങ്ങ് മാറി നല്ലത് വരും. കിട്ടാതെ കിടക്കണ പൈസകളൊക്കെ കിട്ടാനും കടങ്ങളൊക്കെ തീർക്കാനും വീടും വസ്തുക്കളൊക്കെ ഉണ്ടാകാനും ദാമ്പത്തിക നേട്ടങ്ങള് കലകിച്ച് ഭിന്നിച്ചിരിക്കുന്ന കുടുംബ ബന്ധങ്ങളൊക്കെ യോജിച്ച് സ്നേഹിച്ച് വരാനും ഒക്കെ വളരെയധികം യോഗമുണ്ട്. പ്രശ്നങ്ങൾ തീർന്നിട്ട് ജാതകം കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കണം. ജാതകത്തില് നല്ല ദശാകാലങ്ങളൊക്കെയാണ്, നല്ല യോഗവും ഭാഗ്യമുള്ള ആളാണെങ്കിൽ കുഴപ്പങ്ങൾ വളരെ കുറഞ്ഞിരിക്കും. അതേസമയം നമുക്ക് ജാതകത്തിൽ എന്തെങ്കിലും ഗ്രഹപ്പഴം ഉണ്ടെങ്കിലോ ഭാഗ്യമില്ലാത്ത ആൾക്കാരാണെങ്കിലോ അവർക്ക് ജീവിതത്തിൽ ഒത്ത കഠിനമായ പരിശ്രമങ്ങൾ നടത്തിയാൽ പോലും ലക്ഷങ്ങൾ കൈ വന്നാൽ പോലും അവർക്കൊരു മെച്ചം കിട്ടാതായി.
അപ്പൊ അതുകൊണ്ട് നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾ വിചാരിച്ചാൽ പറ്റും. സ്വന്തമായിട്ടുള്ള ജപവും തപവും മാത്രമല്ല, ജാതകത്തിലെ ഗൃഹസ്ഥിതി അനുസരിച്ച് ഗുണങ്ങളാണെങ്കിൽ സന്തോഷിക്കും, ദോഷങ്ങളാണെങ്കിൽ പരിഹാരങ്ങൾ ചെയ്യുക. കാലഭൈരവ സ്വാമി ക്ഷേത്രത്തില് എല്ലാ അമാവാസി തോറും രാവിലെ ഗണപതി പൂജ, 10 മണിക്ക് മുത്തഞ്ചോമം, അതേപോലെ പിതൃക്കൾക്ക് ബലിയുണ്ട്, തിലഹോമമുണ്ട്, 5 മണിക്ക് യമരാജ പൂജ, ഭദ്രകാളി പൂജ, സർപ്പപൂജകള്, വൈകുന്നേരം 6 മണി തൊട്ട് 7 മണി വരെ അഭിഷേകങ്ങളൊക്കെ ഉണ്ട്. പാല്, തൈര്, വെണ്ണ, കളഭം. അപ്പോൾ ഈ പൂജകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ വേഗത്തിന്റെ 6ലുള്ള ഗതി കൊണ്ടുള്ള ദുരിതങ്ങൾക്ക് ശമനം വരും. കുടുംബക്ഷേത്രത്തിലും വീട്ടിന്റെ പരിസരത്തുള്ള ഗ്രാമക്ഷേത്രങ്ങളിലും ഇഷ്ടദേവന്മാരെയൊക്കെ ഒന്ന് പോയി കണ്ട് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ വളരെയധികം നേട്ടങ്ങളും ഐശ്വര്യങ്ങളും നമുക്ക് കിട്ടും. ജ്യോതിഷ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി ജനനത്തീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നാള് ഇതൊക്കെ അയച്ചു തരണം. ഫീസ് അടയ്ക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വ്യാഴമാറ്റം വളരെ അനുഗ്രഹമാണ്. നല്ലത് വരും. ചെറിയ പ്രയാസങ്ങളുള്ളതിന് നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്കും കുടുംബത്തിനും സന്താനാദി സഹോദരാദി ബന്ധുമിത്രങ്ങൾക്കും സർവ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നതിന് വേണ്ടി കാലഭൈരവ സ്വാമിയോടും ശ്രീ പത്മനാഭ സ്വാമിയോടും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.